ഒരു രാജ്യം വികസിക്കുമ്പോൾ പല രീതിയിലുള്ള ചലഞ്ചുകൾ ഉണ്ടാകാറുണ്ട്, ശത്രുക്കൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ എപ്പോഴും ക്ലാസിക് എക്സാമ്പിൾ കാണുന്ന ചൈനയാണ്. ചൈന ആരോട് വീരവാദം അടിക്കാൻ പോയില്ല ഇത്രയും വർഷമായിട്ട്. ഇപ്പോഴാണ് ആൾക്കാർ ലോകം അറിയുന്നത് അവൻ എവിടെ എത്തി. ഈ പറയുന്ന പോലെ സിമ്പിളൊന്നുമല്ല. ഇന്ത്യയുടെ 5 സൈസ് അല്ലെ 6 സൈസ് വലുതായ ചൈന ഇപ്പോഴാണ് ലോകം അറിയുന്നത് ചൈന എവിടാണെന്ന്. ആ ഒരു രീതി ചൈന കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ഡെവലപ്മെൻ്റ് ആണെങ്കിലും ഈ ടെക്നോളജി ആണെങ്കിലും ഹൈ എൻഡ് ആണെങ്കിലും ലോ എൻഡ് ആണെങ്കിലും അവർ ലോകത്തോടൊന്നും പറഞ്ഞൊന്നുമില്ല. അവരത് പ്രോപ്പറായിട്ട് നടത്തിക്കൊണ്ട് പോയി അച്ചീവ് ചെയ്തു. ഇപ്പോഴാണ് അവർ പല രീതിയിൽ ട്രേഡ് ആണെങ്കിലും ടാരിഫ് ആണെങ്കിലും പലതിനെയും വെപ്പണൈസ് ചെയ്യുന്നത്. പണ്ട് അമേരിക്ക ചെയ്ത അതേ പരിപാടി അല്ല. ഇന്ത്യക്ക് വേറെ പല പ്രശ്നങ്ങളുണ്ട്. അതായത് ഞാൻ ഒരു കാര്യം പറയാം. സ്റ്റാർട്ടപ്പ് എന്നൊരു വലിയ സംഭവമായിട്ട് നമ്മൾ തുടങ്ങിയതാണ്. അപ്പം ആ സംഭവത്തിനകത്ത് പുതിയ കണക്കുകൾ പറയുന്നത് ഏകദേശം 95% സ്റ്റാർട്ടപ്പുകൾ ഫെയിലിയർ ആയെന്നാണ്. അപ്പം അതിൻ്റെ കാര്യമൊന്നും. അതേപോലെ തന്നെ വേറൊരു കാര്യം നീ എന്നോട് പറഞ്ഞു, മേക്കിംഗ് ഇന്ത്യ. ഇതിന് ധാരണയുണ്ടോ ഒരു 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ? കാരണം ഉറപ്പായിട്ട് ആ കോവിഡിൻ്റെ സമയത്ത് അമേരിക്കൻ ഔട്ട്സോഴ്സിങ്, അത് അമേരിക്ക ഔട്ട്സോഴ്സ് പല കമ്പനികളിലും ഇന്ത്യയിൽ ഏകദേശം 1300 കമ്പനിയോളം ഇന്ത്യയിൽ വരുമെന്നായിരുന്നു അന്ന് ഈ പറയുന്ന സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ നിതിൻ ഗഡ്കരി ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞത്. ഇതിനകത്ത് ഇപ്പോൾ നോക്കുമ്പോൾ 2025 ഒരു 5 കമ്പനികളെ വന്നിട്ടുള്ളൂ. അതും മുഴുവനും സ്ക്രൂ ഡ്രൈവറാണ്. മുഴുവൻ അവിടെ നിന്ന് ഹാഫ് സാധനം കൊണ്ടുവരുന്നത്, പാക്ക് ചെയ്യുന്നു, അത് ഇലക്ട്രോണിക് അമേരിക്കയിൽ അയക്കും, ചിലത് അങ്ങോട്ട് അയക്കുന്നു, ഇങ്ങോട്ട് അയക്കുന്നു. ഇത് ഞാൻ പറയുന്നത് ഷോർട്ട് ടൈമിൻ്റെ അല്ല, ലോങ് ടൈം തന്നെയാണ്. പക്ഷെ ചൈന സമ്മതിക്കുമോ നമ്മളെ വളരാൻ? ഇതാണ് ചോദ്യം. ചൈന മാത്രമല്ല സംസ്കരിക്കാത്തത്, ഇന്ത്യക്കകത്ത് തന്നെ നമുക്ക് ശത്രുക്കളുണ്ട്. അവർ പോലും സമ്മതിക്കില്ല ഇന്ത്യ വളരാനായിട്ട്. ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ് സാർ. അതായത് നമ്മുടെ കേരള മാധ്യമങ്ങൾ തന്നെ അല്ലെങ്കിൽ നമ്മുടെ കോൺഗ്രസ് തന്നെ സമ്മതിക്കില്ല ഒരു കാരണവശാലും ഇന്ത്യ വളരാനായിട്ട്. അപ്പോൾ ചൈനയ്ക്കകത്ത് എന്ന് പറയുന്നത് എതിർ ശബ്ദങ്ങളുണ്ടോ? ഇല്ല, എതിർ ശബ്ദമില്ല. അവിടെ ഡിക്റ്റർഷിപ്പാണ് അല്ലെ. CC പറയും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയും എന്ത് ചെയ്യണമെന്ന്. ഇവിടെ എന്ന് പറയുന്നത് അങ്ങനെ ഇത് ജനാധിപത്യ രാജ്യമാണ്, ഇവിടെ എളുപ്പമല്ല മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയും. ഇവിടെ ഞാൻ പറഞ്ഞുതരാം, മേക്ക് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ആത്മനിർഭർ പ്രോഗ്രാമിൽ കൂടെ ഇസ്രായേൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന നെത്തന്യാഹു ഫോമിൽ വെച്ച് പറഞ്ഞിരിക്കുന്ന ബരാക് 8 എന്നുള്ള അവർ ഈ എയർ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യയിൽ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നത്. അടുത്ത ബാച്ച് ഇന്ത്യ ഒരു എന്തുകൊണ്ടാണ് ഇന്ത്യ ലോകത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് മനസ്സിലാക്കുന്നത്? സുസ്ഥിരമായിട്ടുള്ള ഒരു ഭരണം ഇവിടെയുണ്ട്. വി ഹാവ് എ ക്ലീൻ ഡെമോക്രസി. കാരണം ഇവിടെ നമുക്ക് ഇപ്പോൾ ഓസ്ട്രേലിയയിലും ഫ്രാൻസിലും ജർമ്മനിലും ആരെങ്കിലും ഇത് ഇൻവെസ്റ്റ് ചെയ്യും? സാർ ഒരു നിക്ഷേപകനാണ്. സാർ ജർമ്മനിയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുമോ? ഇല്ലയോ? ഈ ഒരു അവസ്ഥയിൽ ജർമ്മനിയുടെ മൊത്തത്തിലെ അവസ്ഥ സാർ പറയും ചെയ്യും.